നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയും തോറും പ്രതിരോധ രംഗത്ത് നമ്മുടെ ഇന്ത്യ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ അപേക്ഷിച്ച് ഓരോ ദിവസവും കഴിയും തോറും പുതിയ പുതിയ കരാറുകൾ ഇന്ത്യ ഏർപ്പെടുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിപ്പിച്ച് സ്ക്വാഡ്രൺ ശേഷി ഉയർത്താനും വ്യോമസേന ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫ്രാൻസിൽ നിന്ന് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ അടുത്ത വർഷം ഒപ്പിട്ടേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ദി പ്രിന്റ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യോമസേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കരാർ. ഏതാണ്ട് $2200 കോടി, ഏകദേശം 1.94 ലക്ഷം കോടി രൂപ വരുന്ന പ്രതിരോധ ഇടപാടിനാണ് കളമൊരുങ്ങുന്നത്. കുറച്ച് റഫേൽ ഫ്രാൻസിൽ നിന്ന് നിർമ്മിച്ചു വാങ്ങിയതിനു ശേഷം ബാക്കിയുള്ളവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന രീതിക്കാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് പ്രകാരം ഫ്രാൻസിൽ നിന്ന് നേരിട്ട് 18 റഫേൽ വിമാനങ്ങൾ വാങ്ങും. ശേഷിക്കുന്ന 96 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും. റഫേൽ നിർമ്മാതാക്കളായ ദസെ ഏവിയേഷനും ഇന്ത്യയിലെ റിലയൻസ് ഗ്രൂപ്പും ഒരുമിച്ച സംയുക്ത കമ്പനിയായ ദസോ റിലയൻസ് എയ്റോസ്പേസ് ലിമിറ്റഡിന്റെ നാഗ്പൂരിലെ പ്ലാന്റിലാകും 96 റഫേലുകൾ നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിലുള്ള 2016 കരാർ പ്രകാരം 36 റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് ഇന്ത്യ വാങ്ങിയിരുന്നു. ഇവ ഹരിയാനയിലെ അംബാല, പശ്ചിമ ബംഗാളിലെ ഹസീമാര എന്നീ വ്യോമതാവളങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. 4.5 ജനറേഷൻ യുദ്ധവിമാനമായ റഫേൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള സൈനിക ദൗത്യങ്ങളിൽ പങ്കാളികളായിരുന്നു. യുദ്ധവിമാനത്തിന്റെ കാര്യക്ഷമത സേനയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കരാർ യാഥാർത്ഥ്യമായാൽ വ്യോമസേനയുടെ പക്കലുള്ള റഫേലുകളുടെ എണ്ണം 150 ഉയരും. ഇതിനു പുറമെ നാവികസേനയുടെ പക്കലുള്ള വിമാനവാഹിനിയിൽ വിന്യസിക്കാനായി 26 റഫേൽ M യുദ്ധവിമാനങ്ങൾക്കും ഇന്ത്യ ഓർഡർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വേണമെന്ന് വ്യോമസേന പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ 114 വിമാനങ്ങൾ വാങ്ങിയാൽ വ്യോമസേന നേരിടുന്ന യുദ്ധവിമാന സ്ക്വാഡ്രോണുകളുടെ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാനാകും. ഇന്ത്യൻ വ്യോമസേനയുടെ അനുവദനീയ പരിധി എന്ന് പറയുന്നത് 42 സ്ക്വാഡ്രോണുകളാണ്. എന്നാൽ MiG-21 വിരമിക്കലോടെ ഇത് വെറും 29 സ്ക്വാഡ്രോണുകളായി കുറയുകയാണ്. 2016 സർവസജ്ജമായ, അതായത് പറക്കൽ ശേഷിയോടെ ആയുധങ്ങൾ ഘടിപ്പിച്ച് 36 റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരുന്നു. നാവികസേനയ്ക്കായി 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഒപ്പിടുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ട് വീണ്ടും റഫേൽ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ: ഓപ്പറേഷൻ സിന്ദൂറിലെ റഫേലിന്റെ മികച്ച പ്രകടനം തന്നെ. 114 യുദ്ധവിമാനം വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചാൽ പല പ്രത്യേകതകളും ഉണ്ടാകും. യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് നേരിടുന്നതിനാൽ റെഡി ടു ഫ്ലൈ എന്ന രീതിയിൽ 18 റഫേൽ യുദ്ധവിമാനങ്ങൾ എത്തിയേക്കും. തദ്ദേശീയമായ ഉപകരണങ്ങൾ അടക്കം ഏതാണ്ട് 60% ഇന്ത്യൻ നിർമ്മിതമായിരിക്കും. ചുരുക്കത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ റഫേൽ വിമാനങ്ങളാകും ഇവയെന്നാണ് റിപ്പോർട്ടുകൾ. അത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ വളരെ വലിയൊരു നാഴികക്കല്ലാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. 114 റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ചിലവ് ഏകദേശം 2 ലക്ഷം കോടി രൂപയാണ്. ഇത്രയും ചിലവ് വരുന്ന പദ്ധതിക്ക് അനുമതി നൽകുന്നതും വിവിധ വശങ്ങൾ പഠിച്ച ശേഷം മാത്രമാകും. യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ഇതുവരെ ഒപ്പിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടാകും ഇത്. മാത്രമല്ല, ഇന്ത്യയുടെ കൈവശമുള്ള റഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 176 മാറുകയും ചെയ്യും. നിലവിൽ വ്യോമസേന 36 എണ്ണം, നാവികസേന ഓർഡർ നൽകിയത് 26 എണ്ണം, വ്യോമസേനയ്ക്കായി പുതിയത് വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്നത് 114 എണ്ണം. അതായത് ലോകത്ത് ഫ്രാൻസ് കഴിഞ്ഞാൽ റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും. പുതിയ റഫേൽ ഇടപാടിൽ ഇന്ത്യൻ വ്യോമയാന കമ്പനികളും ഭാഗമായേക്കും. റഫേൽ യുദ്ധവിമാനം അസംബിൾ ചെയ്യാനായി ഇന്ത്യയിൽ ഒരു കേന്ദ്രം ദസോ ഏവിയേഷൻ സ്ഥാപിച്ചേക്കും. ഹൈദരാബാദിൽ റഫേൽ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ അറ്റകുറ്റപ്പണിക്കായി പ്രത്യേക കേന്ദ്രം തന്നെ വന്നേക്കും. റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസ്ലേജ് നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പുമായി ഇപ്പോൾ തന്നെ ദാസോ ഏവിയേഷന് കരാറുണ്ട്. ദാസോ ഏവിയേഷന്റെ ചില കോക്പിറ്റ് സീറ്റുകൾ നിർമ്മിക്കുന്നതും മഹേന്ദ്രയാണ്. കാലപ്പഴക്കം കാരണം MiG-21 യുദ്ധവിമാനം ഒഴിവാക്കിയതോടെ വ്യോമസേനയിൽ ഇപ്പോൾ 29 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളാണുള്ളത്. ഇന്ത്യക്കുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം 500-നും 550-നും ഇടയിലാണ്.
പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണവും സമാന്തരമായി നോക്കിയാൽ പാകിസ്ഥാന് 25 സ്ക്വാഡ്രൺ, അതായത് 450 യുദ്ധവിമാനങ്ങൾ, ചൈനയ്ക്ക് 66 സ്ക്വാഡ്രൺ, 1200 യുദ്ധവിമാനങ്ങളുണ്ട്. ഒരു സ്ക്വാഡ്രണിൽ 18 മുതൽ 20 വരെ വിമാനങ്ങൾ ഉണ്ടാകും. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഉപയോഗിക്കുന്ന മിറാഷ്, ജാഗ്വർ, മിഗ് ഇവയെല്ലാം കാലപ്പഴക്കമുള്ളവയാണ്. അതുകൊണ്ട് പഴയ യുദ്ധവിമാനങ്ങൾ ഒഴിവാക്കി റഫേൽ, സുഖോയ് 30, MKI, തേജസ് യുദ്ധവിമാനങ്ങളാകും ഇനി വ്യോമസേനയുടെ കുന്തമുനയായി മാറുക. LCA Mark II, 5ാം തലമുറ കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നിവ വികസനത്തിലുമാണ്. ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിലുള്ള 2016 കരാർ പ്രകാരം 36 റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് ഇന്ത്യ വാങ്ങിയിരുന്നു. ഇവ ഹരിയാനയിലെ അംബാല, പശ്ചിമ ബംഗാളിലെ ഹസിമാര എന്നീ വ്യോമ താവളങ്ങളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. 4.5 ഓപ്പറേഷൻ യുദ്ധവിമാനമായ റഫേൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള സൈനിക ദൗത്യങ്ങളിൽ പങ്കാളിയായിരുന്നു. യുദ്ധവിമാനത്തിന്റെ കാര്യക്ഷമത സേനയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. പുതിയ കരാർ യാഥാർത്ഥ്യമായാൽ വ്യോമസേനയുടെ പക്കലുള്ള റഫേലുകളുടെ എണ്ണം 150 ഉയരും. ഇതിനു പുറമെ നാവികസേനയുടെ പക്കലുള്ള വിമാനവാഹിനിയിൽ വിന്യസിക്കാനായി 26 റഫേൽ യുദ്ധവിമാനങ്ങൾക്കും ഇന്ത്യ ഓർഡർ നൽകിയിട്ടുണ്ട്. അതായത് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പ്രതിരോധ മേഖലയുടെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരന്തരം ശത്രുക്കൾ നമുക്കെതിരെ ഭീഷണി മുഴക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ രാജ്യവും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മുൻപൊക്കെ തന്നെ എന്തെങ്കിലും കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന എന്തെങ്കിലും യുദ്ധോപകരണങ്ങൾ വാങ്ങുന്ന കരാറുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വലിയ വിമർശനങ്ങൾ പല സൈഡിൽ നിന്ന് ഉയരാറുണ്ട്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ആയുധ കരാറിനൊക്കെ തന്നെ ഇന്ത്യ ഒപ്പുവെക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. കാരണം അവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള S-400 അടക്കമാണ് അന്ന് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകൾ ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കുമ്പോൾ വലിയൊരു ആകാശ പ്രതിരോധം തീർത്തുകൊണ്ട് നമുക്ക് വേണ്ടി നിലകൊണ്ടത്. അന്ന് S-400 ഒക്കെ വാങ്ങുന്ന സമയത്തും ഇത്തരത്തിൽ BJP സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്ന ഒരു ഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ ഭാരതം അത് വാങ്ങുന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് ഈ പറയുന്ന ഓരോ ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്.